ഞങ്ങൾ ദൂരെ കാണുന്നതാണ് ധനുഷ്കോടി. தனியாக எடுத்து அதுக்கப்புறம் நம்ம முத்து மாலைகள், முத்து பிரேஸ்லெட்டு, முத்து தோடு இது எல்லாமே இப்படி தான் பண்ணுவோம் நாங்கள். ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വോളം മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പിൽ കാണുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം ആ ബോട്ടിൽ ആരോ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ്. ധനുഷ്കോടിയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുറം കാഴ്ചകളൊക്കെ ഞാൻ പോയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത വീഡിയോ കാണുക. അപ്പോൾ ഞങ്ങളിവിടെ നല്ല അടിപൊളി ചൂടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചൂട്. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് ഇപ്പോൾ കാറിൽ AC ഇട്ടിരിക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ വെള്ളം നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം മേടിക്കേണ്ടി വന്നില്ല. ഇവിടെ വെള്ളം കിട്ടത്തില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നീട് മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ഇവിടെ നെറ്റ്വർക്ക് സാധനം കിട്ടുന്നേ ഇല്ല. അതേപോലെ ഫുഡ് നമുക്ക് അത്രയ്ക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണോ എന്നും പറയാൻ പറ്റത്തില്ല. ഹൈജീനിക് ഒന്നും അല്ലായിരിക്കും. കാരണം മോനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഫുഡ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും കേസ് ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു പോവുക. ഇപ്പം സമയം 10:30 ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് അടുത്തൊരു സ്പോട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. കേസ് നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു വരുന്ന സൈറ്റിൽ ഇതേണ്ട ഇവിടെ ആയിട്ട് ഒരു ബോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം ആ ബോട്ടിൽ ആരോ ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ് സംഭവം എന്ന് അറിയില്ല. ഇപ്പം ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമാണ് ഈ സൈഡ്. ആ സൈഡിലാണ് ഈ പറയുന്ന ബോട്ട് കിടക്കുന്നത്. ഏതോ ഒരു 79 ACV SQN എന്ന് പറയുന്ന H190 എന്ന് പറഞ്ഞൊരു ബോട്ടാണത്. ബോട്ടല്ല, വലിയൊരു ജെറ്റ് കണക്കത്തൊരു കപ്പൽ. എന്ത് സെറ്റപ്പാണെന്ന് അറിയാൻ പറ്റാ. ഇപ്പുറ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അറബിക്കടൽ. ദിസ് ഇസ് അറേബ്യൻ ഓഷ്യൻ. ഈ രണ്ട് കടലിനും കൂടി ചേർന്ന് നടക്കുന്നതാണ് നമ്മളുടെ ധനുഷ്കോടി. ഗൈസ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസിലാണ്. ലൈറ്റ് ഹൗസിന്റെ മുമ്പിലാണ്. നമുക്ക് കയറാനുള്ള എൻട്രി ഫീസ് ഒരു 2 പേർക്ക് 25 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേട്ട് പോവാം. അപ്പോൾ ലൈറ്റ് ഹൗസിന്റെ പുറം കാഴ്ചകളൊക്കെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിയോ. വലിയ ഹൈറ്റ് ഒന്നുമുള്ള ലൈറ്റ് ഹൗസ് ഒന്നും അല്ല. ഇവിടെ ഭയങ്കര വെട്ടമാണ് ഈ സൈഡിലോട്ട്. ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്നത് ഇത്രേ ഉള്ളൂ ലൈറ്റ് ഹൗസ്. നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് 25 രൂപയായി. അഡൾട്ടിന് 10ഉം ചൈൽഡിന് 5ഉമാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രി വ്യൂ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അത് എങ്ങനെയാണ് കയറേണ്ടത് അതിനകത്തോട്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. പക്ഷേ നട്ടുച്ച വലുത് ആരാ വന്നിരുന്ന് കളിക്കുന്നു. അതൊരു ചൂട്. അതെ ആ സൈഡിലുണ്ട്. അതുകൊണ്ടേ അവിടെ തേങ്ങോട്ടം പോയി. അവിടെ അങ്ങോട്ട് അവിടെ പോയി കയറിയത്. ഓ മാൻ, എനിക്കിങ്ങനെ എൻജോയ്മെന്റ് ആണ്. അടിച്ചു പൊളിക്കണം. ഇതെല്ലാം എൻജോയ്മെന്റ് ചെയ്യട്ടെ. എൻജോയ് ചെയ്യാനല്ലേ നമ്മൾ വന്നത്. നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ലിഫ്റ്റ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. വേണ്ട, മേളിൽ പോണ്ടേ? മേളിൽ പോകുമ്പോ കടൽ കാണാൻ പറ്റും. വരുന്നാ അവിടെ പോയിന്നാ നമുക്ക് കടൽ കാണാൻ പറ്റും. വരുന്നാ പേടിച്ച അവന് പേടിയൊന്നുമില്ല. ചുമ്മാ ചെരുപ്പ് ഊരിടണം. അവിടെ അതിനകത്തോട്ട് കയറണമെങ്കിൽ ചെരുപ്പ് ഊരിടണം. ഒരു സൈഡിലോട്ട് ഊരിയിട് മോനെ. ഒരു സൈഡിലോട്ട് ഊരിയിട്. ഈ സൈഡിലോട്ടാണ് ഊരിയിട്. വെച്ചിട്ടുണ്ട് റിമൂവ് യുവർ ഫുഡ് വെയറാണ്. എന്താണ് ചെരുപ്പ് ഊരി കിട്ടും. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാം. എന്തായാലും ഇതിൽ നമ്മൾ പോകാൻ സ്റ്റെയറും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റ് കയറാം. 3 അപ്പായോ? ഓക്കെ. ലിഫ്റ്റിലാ പോകുന്നു. മുകളിലോട്ട് പോകുന്നു. എങ്ങോട്ടാ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുവാ പറയാമെങ്കിൽ? ഒന്നുമില്ല പറയാൻ. ഓക്കെ, നമ്മൾ ഇതിന് മേളിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ 5ാമത്തെ ഫ്ലോറാണ്. മാക്സിമം 5ാമത്തെ ഫ്ലോർ വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇറങ്ങിയാൽ കാണുന്ന കാഴ്ച ഇതാണ്. കവർ ചെയ്തിട്ട്
അതുകൊണ്ട് തന്നെ ഇവിടെ വെയിലില്ല അല്ലേ, വെയിലില്ല എന്ന കാഴ്ചകളാണ്. ഇതാണ് നമ്മൾ ധനുഷ്കോടിയിലോട്ട് വരുന്ന വഴി. ഇവിടെയാണ് നമ്മൾ ധനുഷ്കോടിയിലോട്ട് വരുന്ന വഴി. എന്തായാലും വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കയറി കാണേണ്ട ഒരു സാധനം തന്നെയാണ്. ഈ സൈഡ് ബംഗാൾ, ഈ റൈറ്റ് സൈഡിൽ വരുന്നത് ബംഗാളും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അറബിക്കടലുമാണ്. ഇവിടെ ഇങ്ങനെ കറങ്ങി നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ ധനുഷ്കോടിയുടെ ബാലൻസ് സൈഡ് കാണാം. ഇവിടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തുറന്നിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് പോകാൻ നേരം തുറന്നിട്ടില്ല, ഇപ്പോഴാണ് തുറന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് ധനുഷ്കോടി. കാണാൻ പറ്റത്തില്ല ഗൈസ്, അത് നല്ല ദൂരത്താണ് നിൽക്കുന്നത്, നല്ല ദൂരത്തിൽ കയറുകൊണ്ട് എൻ്റെ മാക്സിമം സൂമാണ്. ഇവരിവിടെ ക്ലീനിങ് വർക്കിലാണ്, ക്ലീൻ ചെയ്യുവാണ്, ഇവിടെ മൊത്തം തുടയ്ക്കുകയാണ്. അതുകൊണ്ടല്ലേ വെള്ളമൊക്കെ വാരി ഗ്ലാസ്സിലൊഴിക്കുന്നു, എന്നിട്ടത് തുടയ്ക്കുന്നു. അതിൻ്റെ പരിപാടിയിൽ അവർ. ഇപ്പം എന്തായാലും ഉദ്ദേശിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതായിരിക്കും, വ്യൂ എല്ലാം വെറുതായിരിക്കും. കടലിൻ്റെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റും. പഴയ ബിൽഡിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് പഴയ ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് തന്നെ. ഇത്രയും ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നു. നമ്മൾ അറബിക്കടലിൻ്റെ ഒരു വ്യൂ, അതൊരു വല്ലാത്ത വ്യൂ തന്നെയാണ്. ഓക്കെ, ഒരു നീല കളറായിരുന്നു, നീലല്ല നീല പച്ച അങ്ങനെയൊക്കെയാണ്. സ്റ്റെയർ വഴി ഇറങ്ങി പോകേണ്ടവർക്കും കയറി കയറേണ്ടവർക്കും വരാം. പക്ഷേ ആരെയും ഇപ്പോൾ സ്റ്റെയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റുണ്ട്, ലിഫ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ പോയി കളിക്കണമെന്നൊരു കലിപ്പ്. നമുക്ക് അടുത്ത സൈറ്റിൽ പോകണം, അടുത്തടുത്ത് കറങ്ങാൻ പോകണം. നമ്മൾ കാറിൽ കയറി AC ഇടാം. ഇവിടെ ഭയങ്കര ചൂട്, അവന് ചൂടൊന്നും എടുക്കുന്നില്ല. അതാണ് ഇവിടെ ഇറങ്ങട്ടെ, താലും ഉള്ളതില്ല. അതില്ല, ഈ വരുമ്പോൾ നമ്മൾ കാറിലോട്ടം കയറാം. ലൈറ്റ് ഹൗസ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇത് ഈ ചർച്ചാണ്, ഈ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ചർച്ച്. ഇതിവിടെ ധനുഷ്കോടിയിൽ വന്ന ഒരു ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ നശിച്ചുപോയ ഒരു ചർച്ചാണ്. ചർച്ച് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ ചർച്ച്. പാലമൊക്കെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം കട്ട് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പാലമായിരിക്കണം അത്, ആയിരിക്കാം. അതെ, ചിലപ്പം ഈ ടൂറിസ്റ്റുകൾ അകത്തോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന ഒരു പാലമാണ്. 4 ചുറ്റിനും കെട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും അതെ, മനുഷ്യനത് കയറാൻ പറ്റത്തില്ല എന്തായാലും. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വാളും മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പിൽ കാണുമ്പോൾ. അകത്തോട്ട് വരുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന പീസുകളാണ് ഇവിടെ കാണുന്നത്. പിന്നെ അപ്പർ സൈഡിൽ മാത്രമേ ഉള്ളൂ ആ ഒരു 1 സൈഡ് വാളുള്ളത്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു പോയതാണ്. ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടത്. അതെ, ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഒരു ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ലല്ലോ, നമ്മളങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ബിൽഡിംഗ് എന്നാണ് അവർ പറഞ്ഞത്. ചർച്ചിൻ്റെ ഭാഗവും അതുപോലെ ഇവിടെ താമസിച്ചിരുന്നവരുടെ വീടുകളും മറ്റൊക്കെയാണ് അവിടെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിക്കടാ. ധനുഷ്കോടി ഓൾഡ് സിറ്റി, അതായത് 1964 ഇവിടെ സംഭവിച്ച ദുരന്തത്തിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഓൾഡ് പോസ്റ്റ് ഓഫീസ്, ഓട്ടോമാറ്റിക് വാട്ടർ ഫ്ലോട്ടിംഗ് സോൺ, റാമർ ബ്രിഡ്ജ്, റാമർ ടെമ്പിൾ, മെഡിക്കൽ കോളേജ്, ഹൗസ് ആൻഡ് ടെമ്പിൾസ് ആൻഡ് ഓൾഡ് ചർച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് ചർച്ചിലാണ്. ഇതാണ് ചർച്ചിൻ്റെ ബാക്ക് വശത്തു നിന്നുള്ള വ്യൂ.
ഇവിടുന്ന് അങ്ങോട്ട് ഒരു വ്യൂ കാണുന്നുണ്ട് ബീച്ചിലോട്ട്. എന്തായാലും ഇത്ര നേരം ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. ഇതേ പിന്നെ നമ്മൾ ഈ മണ്ണിലോട്ട് ഇറങ്ങിയത് ഇപ്പോഴാണ്. നമുക്ക് അവിടം വരെ ആ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. മണ്ണിലോട്ട് ഇറങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അത്യാവശ്യം നമ്മൾ ചവിട്ടും തോറും കാല് നല്ല രീതിയിൽ താന്നു പോകുന്നുണ്ട്. ഇതേ അതോടൊപ്പം നല്ല ചൂടും ഉണ്ട്, പഴുത്തിടക്കമാണ്. അതായത് അവർ നടക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല രീതിയിൽ കുഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നല്ല തീരെ പൊടിമണ്ണാണ്, അതുകൊണ്ടായിരിക്കണം. ഇതിൽ എന്നാ പേര് போட முடியுமா? இது வந்துட்டு சங்கிலே நாங்கள் கட் பண்ணி இது போட்டுக்கிறோம். இந்த சங்கு வந்துட்டு இப்படி தான் இருக்கும். இந்த மாதிரி ஒரு சங்கு எடுத்து கட் பண்ணி கீழே வந்துட்டு பேஸ்ட்டு வச்சு ஒட்டிடுவோம். ஓகே. நேம் வந்து ரைட்டிங் பண்ணிடுவோம். இந்த மாதிரி வரும் பெர்மனண்ட்டாக வரும். ஆமாம், பெர்மனண்ட்டாக வரும். ஓகே. வந்துட்டு ஆன்லைன்லேயும் கொடுத்துருக்கோம். ஆன்லைனில் கொடுத்துருக்கேன். அதாவது வாட்ஸ்அப்பில் ஓகே அவங்க நேம் ரீடிங் பண்ணி அனுப்பிச்சி விட்டாங்கன்னா அவங்க வீட்டுக்கு கொரியர் பண்ணி கொடுக்கும். ஓ அப்படியும் கொடுக்குறியா? ஓகே, உன் நம்பர் சொல்லுங்கள். அப்போ என் நம்பர் இந்த கார்டே தரேன். இந்த கார்டு ஓகே. நான் இப்போ இந்த வீடியோ உங்களுக்கு வந்துட்டு ஒரிஜினல் முத்து பார்த்தீங்களா? ஓகே. செப்பிக்கல் முத்துன்னு கேள்விப்பட்டிருக்கீங்களா? செப்பிக்கல் முத்து. ஓகே. அந்த முத்து இந்த மாதிரி ஃபார்ம் ஆகும். ஓகே. வந்து உடச்சி எடுத்து பின்னாடி கிரைண்டிங் பண்ணி இந்த முத்தை தனியாக எடுத்து அதுக்கப்புறம் நம்ம முத்து மாலைகள், முத்து பிரேஸ்லெட்டு, முத்து தோடு இது எல்லாமே இப்படி தான் பண்ணுவோம் நாங்கள். ஓகே ஓகே ஓகே. இது வந்துட்டு எல்லாமே 12 years old பால். இது அதுலேயே வந்துட்டு 18 years, 16 years, 24 years old பால் ஃபுல்லாக வரும். இந்த மாதிரி டார்க் பால், பிங்க் பால் இந்த மாதிரிலாம் வரும். ஓகே. இந்த அதுக்கு பார்த்தீங்கன்னா எல்லாம் முத்து தான். ஓகே ஓகே. எல்லாம் முத்து தான். அதுக்கப்புறம் நீங்கள் வந்துட்டு இந்த நேச்சுரல் சங்குலாம் இருக்குது பாருங்கள். நேச்சுரல் சங்கு இதே சாதாரண சங்குலேயே நாங்கள் இந்த ஐவரால் சங்கு இந்த ஐவரால் சங்குலேயே பத்தி ஸ்டாண்டை யூஸ் பண்ணிக்கலாம். நாங்கள் வந்து இந்த ஒட்டு ஃபிட் பண்ணி இந்த அகர்பத்தி ஸ்டாண்டை யூஸ் பண்ணிக்கலாம். அது மாதிரி இந்த அது பாருங்கள், இது பிஸ்னஸ் சங்கு. பிஸ்னஸ் சங்கில் நீங்கள் அகர்பத்தி ஸ்டாண்டு வந்துட்டு யூஸ் பண்ணிக்கலாம். ஓகே. அதுபோக உங்களுக்கு சின்ன குழந்தைகளுக்கு பால் கொடுக்கறதுக்கு மில்க்கு கொடுப்பாங்க பாருங்கள். ஆமாம். இந்த சங்கு பிள்ளைங்களுக்கு வந்துட்டு இந்த பால் கொடுப்பாங்க. இது வந்து கால்சியம். ஓகே. 20 rupees 10 rupees இந்த மாதிரி இதில் கிடைக்கும். இதெல்லாம் விநாயகர் சங்கம் சொல்லுவோம். நம்ம சங்கில் தான் கொடுப்பாங்க. ஆமாம், சங்கில் தான். அது மாதிரி இந்த சங்கிலோட பேர் எழுதிக்கலாம். ஓ, இந்த சின்ன சங்கில் இந்த சின்ன சங்கிலோட நீங்கள் பேர் எழுதி இதை பேர் எழுதுனா பெர்மனண்ட் ஆயிரும். ஓகே. இந்த மாதிரி வரும். ஓகே. அழிக்கவே முடியாது. சுத்தியில் வச்சு ஆமரை வச்சு அடித்து உடைச்சா தான் இதெல்லாம் உடைக்க முடியும். ஆமாம், அவ்வளோ ஹெவி ஸ்ட்ராங்காக இருக்கும். இந்த ஸ்கூல் பசங்கள்லாம் வந்து இந்த கிஃப்ட் கொடுக்குறதுக்கு ஆமாம் ஆமாம் அந்த மாதிரிலாம் அதெல்லாம் வந்து ஆன்லைனில் ஆர்டர் பண்ணுவாங்க. ஓகே ஓகே. வந்துட்டு ஸ்கூலுக்கு மொத்தமாக அனுப்பிச்சு விட்டுருவோம். 100 piece 200 piece வந்துட்டு. ஓகே. அதுபோல் இந்த சங்கிலி விளக்கு, இது சங்கிலி விளக்கு வருது. ஆமாம். அதுலேயே பேனா ஸ்டாண்டு. ஓ, பென் ஸ்டாண்டு கூட இருக்குது. ஓகே. இப்போ இந்த மாதிரி பார்த்தீங்கன்னா இதெல்லாம் வலம்பரி சங்கு. வலம்பரி சங்கு. ஆமாம். இது இந்த வாய் வந்து வலது பக்கம் இருக்கும். ஆமாம். இது வலது பக்கம். இடம்பரி சங்குங்கிறது இந்த இருக்கு பாருங்க. இது எல்லி அது இடது கையில் பிடிக்கிறது. இதை ஃப்ளோ பண்ணுறதுக்கு வச்சுக்கலாம். ஊதுறதுக்கு. ஓகே ஓகே. அபிஷேகம் பண்ணுறதுக்கு. ஓகே ஓகே. இந்த மாதிரி சங்கங்கள்லாம் உங்களுக்கு வந்துட்டு 30 rupees ஸ்டார்டிங்கில் கிடைக்கும். ஓ, 30 rupees ஸ்டார்ட் பண்ணது. அப்போது உங்கள் வாட்ஸ்அப் நம்பரில் யாராவது கான்டாக்ட் பண்ணினா உங்களுக்கு வீட்டுக்கே அனுப்பிச்சி விட்ருவோம். என்ன டீட்டெயில்ஸ் கேட்டாங்கன்னா ஓகே உங்களுக்கு கிடைக்கும். ஓகே. இது எங்களோட கார். 30 rupees ஊதாதுன்னு நினைப்பாங்கல்ல. ஓகே. 30 rupees சங்கு நான் ஊதி காமிக்கிறேன் பாருங்கள். ஓகே. மெடிடேஷன் யூஸ் பண்ணுறது. ஓகே. எக்ஸசைஸ் பிரீத்னஸ்க்காக வந்து ஓகே ஓகே. நேச்சுரல் கொலஸ்ட்ரால் எல்லாத்தையும் கண்ட்ரோல் பண்ணும். ஆமாம். ப்ரெஷர் வந்துட்டு கண்ட்ரோல் பண்ணக்கூடிய சக்தி இந்த சாதாரண நம்ம ஃப்ளோ பண்ணுறதில்ல. ஃப்ளோ பண்ணுறோன்னா ஏர் ஃபில் பண்ண மாட்டோம். வைப்ரேஷன் தான் மெடிடேஷன் ஆகிறது மாறுது. மூச்சு பயிற்சி இது. ஓகே. அதுக்காக இதெல்லாம் சங்கம் அந்த இடத்துல அதெல்லாம் பஞ்சமுகி சங்கு இதெல்லாம் இந்த சங்கெலாம் பார்த்துருக்கீங்கன்னா நல்ல சூமணிங்க அம்மிங்க. இந்த சங்கெலாம் நிறைய இடத்துல பார்க்க நாங்களே பார்த்ததில்லை. ஆமாம், நான் கூட பார்க்குறேன். கருங்காலி சங்கு. அப்படியா? ஓகே. இது வந்து கருங்காலி சங்கு. ஓகே. இது செங்காலி சங்கு. ஓகே. மேக்ஸிமம் சங்கு எல்லாம் இப்படி தான் வரும். ஓகே. இந்த மாதிரி எடுத்து இதை வந்துட்டு நாங்கள் வந்துட்டு ப்ளீச்சிங் போட்டு க்ளீன் பண்ணுறது. ஓகே ஓகே. 100 രൂപ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഇപ്പം നമ്മളിവിടെ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു ഷോപ്പാണ്. പുള്ളിക്കാരൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്, ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. പുള്ളി ആ കടയിലെ ഫുള്ള് സാധനത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതാണ് നമ്പർ, വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പർ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അയച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളുടെ ഡെമോയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. എന്തായാലും ആവശ്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ ആണിതൊക്കെ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരെന്തായാലും വിളിക്കുക. ഓക്കെ.
അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു സൈറ്റിലേക്ക് എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാം.